നമസ്കാരം, ബിഗ് പ്രാങ്സിലേക്ക് സ്വാഗതം. ഈ മീൻ കച്ചവടം പല രീതിയിലുള്ള മീൻ കച്ചവടം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. വണ്ടിയിൽ ചെന്നെടുത്ത് മീനെടുത്ത് വീടുകൾ തോറും കൊണ്ട് കൊടുക്കുന്നവരുണ്ട്. അല്ലാതെ തന്നെ കുട്ടയിൽ വണ്ടിയിൽ വന്ന് ഒരു സ്ഥലത്തിറങ്ങും, അവിടെ ഒരു 10 മിനിറ്റ് വിൽക്കും. അത് കഴിഞ്ഞ് വീണ്ടും വണ്ടി കയറി അടുത്ത സ്ഥലത്ത് നിന്ന് 10 മിനിറ്റ് വിൽക്കും. അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തോട്ട് പോകും. ഇങ്ങനെയുള്ള ഒരാളിനെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ അനിതയെ കൊണ്ടൊരു പണി കൊടുക്കാൻ പോവുകയാണ്. കാണാം. ഉണ്ട്. ഞാൻ എന്താ അപ്പുറത്തൊക്കെ ആയിരുന്നു, അപ്പുറത്തെ റോഡിലൊക്കെ ഇരിക്കാൻ ഒന്നുമില്ലല്ലോ. ചേച്ചി ചരുവ് കൊണ്ടുവന്ന അപ്പുറത്തൊക്കെ കയറിട്ട് വന്നു, വീട്ടിലൊക്കെ കൊടുത്തിട്ട് വന്നു. 2-3 വീടുണ്ട് എനിക്ക് അവിടെ. ഇരുന്നോളാം. എത്ര രൂപ? चलो अब्बा എന്താ വേണം? അത് 100.
നല്ല പച്ചയാ. ആളുകൾ മിന്നു വായിക്കാൻ ഇന്ന് വരും. എന്നിട്ട് എന്തിനാ ഇവിടെ ആട് വരും? ആട് വരും മക്കൾ ഇത്ര ഈ കാണുന്ന ആൾ ഇത്ര തന്നെ. ഞാനിപ്പോ എന്ത് ചെയ്യാൻ? ആളുകൾ കുറെ ആടിന്റെ എല്ലാവരും നിങ്ങൾ ഉണ്ടായി ഇവിടെ നല്ല മീൻ. അയ്യമ്മക്ക് എനിക്ക് ആദ്യം അത് പൊളിച്ചു നോക്കുമ്പോ നല്ലാന്ന് പറയും. അടുപ്പിൽ കൊണ്ട് വെക്കുമ്പോ വെള്ളം പോലെ. അതാണ് നല്ല പച്ചയാ, നല്ല പച്ചയാ. വേണോ ചോദിച്ചു നോക്കിക്കോ. വാങ്ങിയില്ലേ? 100 രൂപ. രണ്ടെണ്ണം മതിയാ? രണ്ടെണ്ണം ആകുമ്പോ 50 രൂപ. രണ്ടെണ്ണം ആകുമ്പോ 50 രൂപ. ഇല്ല ഞാൻ പറഞ്ഞു തരും വെച്ചിട്ടാ 50. രണ്ടെണ്ണം 50. വേണ്ടേ? വേണ്ടേ? നല്ല പച്ച മീനമ്മേ. നല്ല പച്ച കൊയ്യാളയാ. 100 രൂപ. ഇത് വാങ്ങിരേ. ഒക്കെ മണ്ണൊക്കെ ഇട്ട് മൂടിക്കാണ്ട്. ഇത് നല്ല പച്ച സാധനമാണ്. വേണ്ടേ? നല്ല ഇത് വേണ്ട. അമ്മ നോക്കി നോക്ക്. പച്ചയാ നോക്കി. അതുപോലെയാണ് നോക്കി. ഇത് പച്ച ഇതാണ്ട് കണ്ടോ? ഞെക്കി നോക്കാമ്മ. ഉണ്ടോ? വേറെ എടുത്ത് വെക്കാം. ഇതാണോ കുഴപ്പം? 4 എണ്ണം 100. രണ്ടെണ്ണം 50. ഒരു മാസത്തേക്ക് 10 ദിവസം. ചൂര എങ്ങനെ? ആരമ്മ 100 രൂപ. ആ ചൂര കൊള്ളാം കേട്ടോ. നല്ല ചൂര. അത് നല്ല പച്ച. ഇത് പച്ചല്ല. വാങ്ങിക്കാം. രണ്ടുണ്ടോ? മീൻ കറികൾ വരുമ്പോഴേ കൂടുതൽ ആളുകൾ മീനുണ്ടെന്ന് പറയാം. അതേപോലത്തെ പച്ച മീൻ കൊണ്ടുവരാം. ചൂര നീറില് കുയലാണ്. നല്ല പച്ചയാ. എത്ര വേണ്ടി ഞാൻ പറഞ്ഞു വാങ്ങിക്കും. കുറെ ഉണ്ടായിരുന്നു. അതെല്ലാം വിറ്റിട്ട് ഞാൻ വരുക. ഓ
പച്ചയായതുകൊണ്ടേ വാങ്ങിച്ചു. ഞാൻ അത്രയും വാങ്ങിട്ടോ, ഞാൻ കൂടി ഒന്ന് വാങ്ങി. എന്താ പറ്റി? എന്ത് നമ്മുടെ ആളുകൾ വരും. പിന്നെ ചേച്ചി മാത്രം വിറ്റാ മതിയോ? ആ ഞങ്ങൾക്ക് വിൽക്കണ്ടേ? രണ്ടുപേരും പിന്നീട് ആളുകൾ അങ്ങനെ വീട്ടിൽ കടയിൽ വാങ്ങില്ല മീന്, അവരൊക്കെ കുടിക്കോട്ട് ഇറങ്ങും. ഇതേപോലെ ആരെ നേരിട്ട് മുകളിലിട്ട് മീനുകൾ വന്നാൽ അറിയിച്ചിട്ട് നാളെ വന്നിട്ട് പറയല്ല. കൊള്ളാവോ ഇല്ലയോന്നേ? തീർന്നു. ഞാൻ വിട്ടുതരാം. ഇത്ര തന്നെയുള്ള നീ ആരും വരുത്തില്ല. ഇത്ര മീനെ വരുത്തോളാ? ദിവസം ഇത്ര മീനെ ഒന്ന് വാങ്ങിക്കത്തോളാം. അത് നമ്മളെ മിടുക്ക് പോകുന്നതിനൊക്കെ വിളിച്ചു കൊടുത്ത് മീൻ മേടിച്ചു കൊടുക്കാന്നുള്ളത്. വഴി പോകുന്നതൊക്കെ വിളിക്കണം. ഞായറാഴ്ച അത് ഞാൻ എന്ത് ചെയ്യണം? അത് എന്റെ ഇഷ്ടം. ഞാൻ എവിടെ ചെയ്യും. എന്താ ഇത് എന്ന് പറഞ്ഞു എനിക്ക് ചെയ്തുവിടാന്നുണ്ടാ? എനിക്കിപ്പോ ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താ നിങ്ങൾക്ക് എഴുതണ്ട? ഇവർക്ക് എഴുതി കൊടുത്തേക്കണോ? ഇവർക്ക് എഴുതി കൊടുത്തേക്കണോ? പിന്നെ അവർക്ക് എഴുതി കൊടുത്തിട്ടൊന്നും ഇല്ലല്ലോ. എനിക്ക് ഇഷ്ടമുള്ളിടത്ത് ഞാൻ സൗകര്യം എടുത്തിട്ട് കച്ചവടം ചെയ്യും. ചോദിക്കേണ്ട കാര്യം എന്തുവാ? രാവിലെ തന്നെ ഇത് എന്താ എനിക്കെന്താ പ്രശ്നം? എന്താ നിങ്ങൾക്ക് തീ വയ്ക്കുന്നോ? ഇവൻ 4 വെക്കണേ, ഞാൻ 5 വെക്കണേ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ. നിങ്ങൾക്ക് നഷ്ടം എന്താ? ചമ്മന്തോടെ വെക്കണ ഒരു കാര്യമായി കാണിക്കോ നിങ്ങള്? ഇപ്പൊ എന്താണ് ഉണ്ടല്ലോ ഇവിടെ കിട കൊണ്ടൊക്കെ ഇപ്പൊ എനിക്ക് സൗകര്യം വിത്തോണ്ട് പോ. നമ്മുടെ 1,60,000 ഇതോടെ കടം തീരക്ക് ഇപ്പൊ എന്താ കാരണം കൊണ്ട് ഞാൻ നേരത്തെ അവിടെ വിറ്റപ്പോ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ കച്ചവടം നടന്നില്ല. ഇവിടെ എന്റെ
എന്താ അവിടെ നിൽക്കട്ടെ ഇവിടെ എനിക്കിപ്പോ ഇവിടെ ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു വെച്ച് നോക്ക്. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു വെച്ച് നോക്ക്. ഞാൻ പറഞ്ഞു കവർ വേണോ എടുത്തു ചേട്ടാ ഇവർക്ക് എന്തിന്റെ അസുഖം അവർക്ക് എന്താ ഓ എന്നാ ഓ ആണോ ആ അത് ശരി നീ എവിടെയാണ് കാണുമ്പോ മാറടി അപ്പുറത്ത് ഞാൻ അവിടുന്ന് കേട്ടോ നീ കയറണ്ട നീ കയറണ്ട ഞാൻ പോകാൻ വേണം ഞാൻ വേറെ കടയിൽ വേണം നീ മാറി നിങ്ങൾ അങ്ങോട്ട് അങ്ങോട്ട് മാറാനത് ഇല്ല ഞാൻ നിന്നെ കയറ്റൂല എന്താ കയറി വണ്ടിയിൽ കയറുമ്പോ നീ വന്ന വണ്ടി ഞാൻ പോകണം നിങ്ങൾ അവിടെ നിൽക്കുവാളെ ഓ എനിക്ക് വയ്യ മാറത്തായിട്ടിരി മാറിയില്ല പക്ഷെ നീ മാറുന്നില്ല നീ വണ്ടി എടു പോ നമുക്ക് മാറിയില്ല പോ ഫ്രാൻസ് എന്ന് പറഞ്ഞിട്ടൊരു കോമഡി പ്രോഗ്രാമാണ്. അല്ല ഇത് മെയിൻ കാര്യമൊന്നും അല്ല, അത് നമ്മളെ കൂടെ ഉള്ള ആർട്ടിസ്റ്റാണ്. അല്ല നീ നിൽക്കാൻ വന്നതെന്നായി ഇപ്പൊ സമ്മാനങ്ങളുണ്ട്, വാങ്ങിച്ചിട്ട് പോകുമ്പോ. ഇത് ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞൊരു കോമഡി പ്രോഗ്രാം ആയിരുന്നു. ആദ്യം അവിടെ കച്ചവടത്തിന് വന്നപ്പം സമ്മതിച്ചു 4 മീൻ കൊടുത്തപ്പോൾ ഇവിടെ 5 മീൻ കൊടുത്തു അല്ലേ. അടുത്ത 5 മീൻ വെച്ച് കൊടുത്തപ്പോ അവരൊന്ന് കൂടുതൽ വിറ്റുപോയ ഇവിടെ കഴിയുന്നതാണ്. ഞാൻ ഉദ്ദേശിച്ച വേറെ ആടി കൊടുത്തെന്ന് ചോദിച്ചാൽ നീ പെണ്ണുങ്ങളെല്ലാം ഈ ചന്തയിലുള്ള പെണ്ണുങ്ങളെ ഇങ്ങനത്തെ അലപ്പാണോ? പിന്നെ അലപ്പാണിച്ചാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, പിന്നെ അല്ലാതെ കൊള്ളാം. അപ്പൊ എന്തായാലും ബിഗ് പ്രാങ്ക്സിന്റെ കുറച്ച് സമ്മാനമുണ്ട്. ആദ്യമായിട്ട് ബിഗ് പ്രാങ്ക്സിന്റെ ഒരു ക്യാഷ് പ്രൈസ് ഉണ്ട്. ഗ്രേസ് ആൻഡ് ഇൻഫോസിസ്റ്റം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് ഇരിപ്പോട്ട് നൽകുന്ന സമ്മാനം, ബിഗ് പ്രാങ്ക്സ് നൽകുന്ന സമ്മാനം, കോശി യൂറേഷ്യ ട്രാവൽ അയർലൻഡ് നൽകുന്ന സമ്മാനം.